2 മിനിറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ശിവഗിരി മഠത്തിന്റെ മേൽവസ്ത്ര വിലക്കുനീക്കൽ ആവശ്യത്തിൽ വെട്ടിലായി സർക്കാർ. പ്രബല സമുദായ സംഘടനകളെ വിരുദ്ധ ചേരികളിൽ നിർത്തുന്ന വിഷയത്തിൽ സർക്കാർ എന്ത് തീരുമാനമെടുത്താലും ഏതെങ്കിലും ഒരു വിഭാഗത്തെ പിണക്കേണ്ടി വരും. എന്ത് നിലപാട് സ്വീകരിച്ചാലും CPM-ന് രാഷ്ട്രീയ തിരിച്ചടി ഉറപ്പ്. സർക്കാർ തിരികൊളുത്തി വിട്ട വിഷയം സർക്കാരിന് തന്നെ വിനയാകുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന വർഷത്തിൽ ഇടത് സർക്കാരിനെ വെട്ടിലാക്കി ശിവഗിരി മഠം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്ന പുരുഷന്മാർക്കുള്ള മേൽവസ്ത്ര വിലക്കു നീക്കണമെന്ന് ആവശ്യപ്പെട്ട് നിവേദനം നൽകിക്കൊണ്ടാണ് ശിവഗിരി മഠം സർക്കാരിനെ കുടുക്കിലാക്കിയിരിക്കുന്നത്. പൊങ്കലിനോടനുബന്ധിച്ച് തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിച്ച ജല്ലിക്കെട്ട് മത്സരങ്ങളിൽ കാളകളുടെ കുത്തേറ്റ് 7 പേർ മരിച്ചു. ഇതിൽ 6 പേരും മത്സരം കാണാനെത്തിയവരായിരുന്നു. 400-ലധികം പേർക്ക് പരിക്കേറ്റു. ഇവരിൽ പലരുടെയും നില ഗുരുതരമാണ്. പശ്ചിമ ബംഗാളിലെ ഹുഗ്ലിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അശോക് സിംഗിന് വധശിക്ഷ വിധിച്ച് പോക്സോ കോടതി. 2024 നവംബറിൽ നടന്ന സംഭവത്തിലാണ് അതിവേഗ വിചാരണ പൂർത്തിയാക്കി ശിക്ഷ വിധിച്ചത്. ജഡ്ജി ചന്ദ്രപ്രഭ ചക്രവർത്തിയാണ് പ്രതിക്ക് തൂക്കുകയർ നൽകിയത്. സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റി വഴി കുട്ടിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. വിദ്വേഷ പ്രസംഗത്തിൽ വിശദീകരണവുമായി അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ്. പ്രസംഗത്തിലെ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും നിയമവ്യവസ്ഥക്കെതിരായ ഒന്നും അതിലില്ലെന്നും അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അരുൺ ബൻസാലിയയ്ക്ക് നൽകിയ കത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ചില തൽപര കക്ഷികൾ തന്റെ പ്രസംഗത്തെ തെറ്റായി വ്യാഖ്യാനിക്കുകയും വളച്ചൊടിക്കുകയും ചെയ്തതായി അദ്ദേഹം പറഞ്ഞു. ഫാസ്റ്റ് ഫുഡിൽ ട്രെൻഡായി മാറിയ ഷവർമ ആരോഗ്യത്തിനത്ര ഗുണകരമല്ലെന്ന പരാതികൾ ഉയർന്നതിനു ശേഷം വിൽപ്പനയിൽ ഇടിവ്. ഹൈക്കോടതിയും സർക്കാരും നിയമം കർശനമാക്കിയപ്പോൾ പുതിയ ഷവർമ കട തുടങ്ങുന്നവരുടെ എണ്ണം കുറയുകയാണ്. വാങ്ങാനെത്തുന്നവരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതോടെ പല ബേക്കറികളും ഫാസ്റ്റ് ഫുഡ് സ്ഥാപനങ്ങളും ഷവർമ സെക്ഷന്റെ പ്രവർത്തനം നിർത്തി. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ കർശന നിർദ്ദേശങ്ങൾ പാലിക്കുന്നവർ മാത്രമാണ് ഇപ്പോൾ ഈ മേഖലയിൽ മുന്നോട്ടു പോകുന്നത്. ഷവർമയിൽ നിന്ന് വിഷബാധയേറ്റ് മരണങ്ങൾ ആവർത്തിക്കുകയും ശാരീരിക അസ്വസ്ഥതകൾ വർദ്ധിക്കുകയും ചെയ്തതോടെയാണ് കോടതിയുടെയും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയും ഇടപെടലുകൾ ശക്തമായത്. വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.